തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി കൂടുതൽ ചെറുകക്ഷികളെ മുന്നണിയിലെത്തിക്കാൻ UDF. ആദിവാസി ഗോത്രമഹാസഭ നേതാവ് CK ജാനുവിനെ മുന്നണിയിലെത്തിക്കാനുള്ള ചർച്ചകൾക്ക് പിന്നാലെ NCP അജിത് പവാർ പക്ഷത്തെ മുന്നണിയിലെടുക്കാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. മുന്നണി മാറ്റത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വൻ കലഹങ്ങളാണ് ഉയരുന്നത്. ദേശീയ തലത്തിൽ NDA പക്ഷത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന NCP അജിത് പവാർ പക്ഷത്തിന്റെ കേരള ഘടകത്തിന്റെ കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിന്റെ സർക്കുലറാണിത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP UDFന്റെ ഭാഗമായി രംഗത്തിറങ്ങണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. മുന്നണി പ്രവേശനത്തിന് മുന്നോടിയായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെ 4 കേന്ദ്രങ്ങളിലായി സ്മൃതി സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു കേന്ദ്രങ്ങളിലും കോൺഗ്രസ് നേതാക്കളാണ് ഉദ്ഘാടകർ. മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ട്രയാങ്കിൾ എന്ന സംഘടനയുടെ പേരിലാവും പരിപാടി സംഘടിപ്പിക്കുക. പിന്നീട് പാർട്ടിയുമായി UDF നേരിട്ട് സഖ്യത്തിലാകുമെന്നും മുഹമ്മദ് കുട്ടി പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. UDFിലേക്ക് ചേരാനുള്ള നീക്കം എന്നുള്ളത് NCPയുടെ ഔദ്യോഗിക പക്ഷത്തുനിന്നും കേന്ദ്ര ഘടകത്തുനിന്നും യാതൊരു മുന്നറിയിപ്പുമില്ല. അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. NCP ദേശീയ തലത്തിൽ ദേശീയ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ട് മഹാരാഷ്ട്രയിൽ ഭരണത്തിലിരിക്കുന്നു. ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ലോക്സഭാ MPയും 2 രാജ്യസഭാ MPമാരുമായിട്ട് ഈ മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനറൽ സെക്രട്ടറിയും സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ മുഹമ്മദ് കുട്ടി പാർട്ടിയെ UDFന്റെ ഘടകകക്ഷിയാക്കാൻ തീരുമാനമെടുത്തു എന്ന് ഒരു സർക്കുലർ മുഖാന്തരം ഞങ്ങൾ അറിയുകയാണ്. ദേശീയ തലത്തിൽ NDAക്കൊപ്പമാണ് നിലവിൽ അജിത് പവാർ പക്ഷമുള്ളത്. സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്കും NDAയോടൊപ്പം തുടരാനാണ് ആഗ്രഹം. UDF ബാന്ധവത്തെ എതിർത്ത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായും മുഹമ്മദ് കുട്ടി വിരുദ്ധർ ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്.